നമ്മൾ അല്പം മുമ്പ് പറഞ്ഞ ആ ദൃശ്യങ്ങളിലേക്ക് കൂടെ പോകേണ്ടതായിട്ടുണ്ട്. ഇതിന് തൊട്ടു മുമ്പ് എന്താണ് സംഭവിച്ചത്, ആ സംഭവിച്ച കാഴ്ചകൾ ആൾക്കൂട്ടത്തെ പറയുന്നു. ഒപ്പം തന്നെ അതൊരു ദുരന്തത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പോലീസുകാരോട് പ്ലീസ് ഹെൽപ്പ് എന്ന് പറയുന്നു. ഒപ്പം തന്നെ ആംബുലൻസ് വിളിക്കാൻ ആവശ്യപ്പെടുന്നു. ഈ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാവുന്നതാണ്. என்னாச்சு? பா தண்ணி கொடுங்க, பா தண்ணி பாட்டில் கொடு, தண்ணி பாட்டில் கொடு. ஜெகதீஷ், இங்க உடனே ஒரு ஆம்புலன்ஸ் கூப்பிட்டுருப்பா. என்ன சொல்றான் அவன்? क्राउड लॉस हो गया सर, 5 मिनट थोड़ा स्पीड होल्ड करिए। माइक चेक, माइक चेक, माइक चेक। என்னாச்சு? பா தண்ணி கொடுங்க, பா தண்ணி பாட்டில் கொடு, தண்ணி பாட்டில் கொடு. ஜெகதீஷ், இங்க உடனே ஒரு ஆம்புலன்ஸ் கூப்பிட்டுருப்பா. വലിയ ദുരന്തം നടക്കുന്നതിന് മുൻപുള്ള ദൃശ്യങ്ങളിലാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഈ ദുരന്തത്തിൻ്റെ ഒരു എത്രമാത്രമുണ്ട്, അതിൻ്റെ ഒരു പെരുപ്പം വിജയ്ക്ക് മനസ്സിലാക്കാൻ ആകുന്നമായിരുന്നില്ല അന്നേരം. കാരണം അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്കറിയാം ആംബുലൻസ് വിളിക്കാൻ പറയുന്നു. അപ്പോൾ വിരലിൽ എണ്ണാവുന്ന ആളുകൾക്കായിരിക്കാം ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മാത്രവുമല്ല, അദ്ദേഹം കാണുന്നത് കുഴഞ്ഞു വീഴുന്ന ചില ആൾക്കാരെയാണ്. അതുകൊണ്ട് തന്നെ അവരെ എത്രയും വേഗം ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നതായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത്. അവർക്ക് വെള്ളം കൊടുക്കാൻ പറയുന്നുണ്ട് അനുയായികളോട്. ഒരാളിനെ പേരെടുത്ത് വിളിച്ച് പറയുന്നുണ്ട്, ആംബുലൻസ് കൊണ്ടുവരാൻ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഇത്രയും വലിയ ഒരു ദുരന്തമായിരിക്കുമെന്ന് അദ്ദേഹത്തിന് ഊഹിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ സമയത്തെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പോസ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: My heart is shattered. I am writing in unbearable and indescribable pain and sorrow that words cannot express. I extend my deepest condolences and sympathize to the families of my brothers and sisters who lost their lives in Kerala. And I pray for the swift recovery of those receiving treatment in the hospital. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ട്വിറ്ററിൽ വന്നിരിക്കുന്നത്. ഹൃദയം തകർക്കുന്ന വേദനയുണ്ട്. പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ആവാത്ത നിസ്സഹായതയിലുള്ള ഒരു കുറിപ്പായിട്ടാണ് അതിനെ നമുക്ക് കണക്കാക്കാനാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തും. കൂടുതൽ വിവരങ്ങൾ, ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.